വിലാപങ്ങളുടെ പുസ്തകം അതിന്റെ 5-ാം അധ്യായത്തിന്റെ 40 5:21. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. നല്ല കാലം വരുത്തണമേ. ഇത് വലിയൊരു ഈ ദുരിതത്തിൽ ദുഃഖത്തിൽ നിൽക്കുന്ന, നമുക്കറിയാം, യെരുശലേമിന്റെ നാശനഷ്ടങ്ങളില്, തകർച്ചയില്, യെരുശലേം അക്ഷരാർത്ഥത്തിൽ ചിഹ്നിച്ചിതറി കിടക്കുന്ന അവസരത്തിൽ ആ ദീനവേദനം കേട്ടുകൊണ്ട് എഴുതുന്ന ഭാഗങ്ങളാണ് ഈ വിലാപങ്ങള്. 5 കാവ്യങ്ങള്, 5 പുസ്തകങ്ങളാണ്, ഈ 5 കരച്ചിലുകളാണ്, ശോകഗാനങ്ങളാണ് ഇതഞ്ചും. ഇത്രയും വലിയൊരു പ്രതാപമുള്ളതായിട്ടുള്ള ഒരു പട്ടണം യെരുശലേം നഗരം എന്നൊക്കെ പറഞ്ഞ, ആണ്ടിൽ 3 പ്രാവശ്യമെങ്കിലും മല കയറി വന്ന് ആരാധിക്കുന്ന വലിയ സമ്പത്ത് ഉള്ള ഒരു രാജ്യത്ത്, വാണിജ്യ വിഭവത്തിലൊക്കെ, വാണിജ്യ കാര്യങ്ങളൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ദേശം ഇന്ന് താറുമാറായി കിടക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. 1-ാം അധ്യായത്തില് ഈ 5 അധ്യായത്തിന്റെ ഓരോ അധ്യായങ്ങളും ഓരോ ഭാഗങ്ങളായിട്ടാണ് അവിടെ ക്രോഡീകരിച്ചിരിക്കുന്നത്. 1-ാം അധ്യായത്തില് യെരുശലേമിന്റെ നാശത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ 2-ാം അധ്യായത്തിൽ പറയുന്നത് യഹോവയുടെ ക്രോധ ദിവസത്തെ കുറിച്ചാണ്. 3-ാം അധ്യായത്തില് സ്വന്തം ജനത്തിന്റെ ദുഃഖത്തിൽ യിരെമ്യാവ് പങ്കുചേരുകയും ദൈവവിശ്വസ്തയെ കുറിച്ച് സവിസ്തരമായി പ്രസ്താവിക്കുകയും ചെയ്യുന്നതാണ് 3-ാമത്തെ ആ ഒരു അധ്യായം. നാം 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടുത്തെ ശോകഗാനം മുഴുവനും യെരുശലേമിന്റെ ഭയങ്കരമായ പതനത്തെ ഓർത്താണ്. 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ യെരുശലേമിന്റെ ഉദ്ധാരണത്തിനു വേണ്ടി ഹൃദ്യമായ പ്രാർത്ഥന ഉയരുന്നതായി കാണാം. ഈ 5 ശോകഗാനങ്ങളിൽ വളരെയധികം ജനങ്ങൾ ഇവിടെ വളരെ ദുഃഖത്തില്, പ്രയാസത്തിൽ കഴിയുന്ന ഒരു കാര്യമാണ്. BC 586 ഈ ഭാഗം എഴുതിയത്, ഈ ഗീതങ്ങളെല്ലാം എഴുതിയത്. ആദ്യത്തെ അധ്യായത്തിൽ തന്നെ അതിന്റെ പരിവർത്തനം, അത് അയ്യോ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു അധ്യായം. അയ്യോ, ജനപൂർണമായ നഗരം ഏകാന്തമായിരിക്കുന്നത് എന്ത്, ജാഗ്രതകൾ മഹതി ആയിരുന്ന. 1-ാം അധ്യായം ഒന്ന് വായിച്ചാട്ട്. അയ്യോ, ജനപൂർണമായിരുന്ന നഗരം ഏകാന്തമായിരിക്കുന്നത് എങ്ങനെ, ജാതികളിൽ മഹതിയായിരുന്നവൾ വിധവയെ പോലെ ആയതെങ്ങനെ, സംസ്ഥാനങ്ങളുടെ നായകിയായിരുന്നവൾ ഊര്യവേലക്കാരത്തിയെ പോലായതെങ്ങനെ. രാത്രി അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, അവളുടെ കവിൾത്തടങ്ങളിൽ കണ്ണുനീർ കാണുന്നു. അവളുടെ സകല പ്രിയന്മാരിലും അവളെ ആശ്വസിപ്പിപ്പാൻ ആരുമില്ല. അവിടെ അയ്യോ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു കാര്യം. എന്നാൽ അവിടെ നിന്ന് ഞങ്ങളുടെ പട്ടണം ഇങ്ങനെ ആയെന്നല്ല, സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ഏകാന്തമായി രാത്രിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ കണ്ണുനീർ തടങ്ങളിൽ കൂടി ഒലിച്ചൊഴുകുന്ന കണ്ണുനീര് കണ്ടിട്ട് കാണുന്നത് പോലെ തന്നെ ആ നഗരത്തിന്റെ അവസ്ഥയോർത്ത് ഇവിടെ കരയുകയാണ്. പ്രിയമുള്ളവര്, നമ്മളെ ആര് സഹായിക്കും? നമ്മളെ നോക്കി പരിഹസിക്കുകയാണ് മറ്റുള്ളവര്. ഇതിന്റെ കാരണം എന്താണ്? ഇന്ന് ലോകത്തിന്റെ, ഇത് യെരുശലേമിന്റെ നഗരമല്ല, ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതുമായിട്ട്, ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥയും ഇതുമായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇവിടെ എന്തുകൊണ്ടാണ് ഈ യെരുശലേമിന് ഈ ഗതി വന്നത്? യെരുശലേം ശൂന്യമായി പോയി. വളരെ അധികം സമ്പൽ സമൃദ്ധമായി കഴിഞ്ഞിരുന്ന ഒരു രാജ്യം, സന്തോഷപൂർണമായി കഴിഞ്ഞ ഒരു രാജ്യം. പ്രിയമുള്ളവര്, എന്തുകൊണ്ട് ഈ നാശത്തിന്റെ വിധയിലേക്ക്? അവിടെ ഒത്തിരി എന്തുകൊണ്ട് യെരുശലേമിന് ഈ ഗതി വന്നു? എന്തുകൊണ്ട് ജനം മുറവിളിയിടുന്നു? എന്തുകൊണ്ട് കന്യകമാർ ആർപ്പിടുന്നു? എന്തുകൊണ്ട് കുഞ്ഞുങ്ങൾ വൈരികളുടെ അടുക്കലേക്ക് ഓടിപ്പോകേണ്ടി വരുന്നു? എന്തുകൊണ്ട് സഹായിപ്പാൻ ആരുമില്ലാതെ വരുന്നു? എന്തുകൊണ്ട് ശത്രുക്കൾ പട്ടണത്തെ നോക്കി പല്ലിളിക്കുന്നു? എന്തുകൊണ്ട് മലിനത ഉടുപ്പിന്റെ വിളമ്പിൽ കാണുന്നു? പ്രിയമുള്ളവരെ, പ്രൈസ് ലോർഡ്, എന്തുകൊണ്ട് ആശ്വസിപ്പാൻ ആരുമില്ലാതിരിക്കുന്നു? എന്തുകൊണ്ട് യെരുശലേമിന്റെ പ്രൗഢിയും ഭംഗിയും നഷ്ടപ്പെടുന്നു? എന്തുകൊണ്ട് മേച്ചിൽപ്പുറങ്ങളിൽ കന്നുകാലികൾ ഇല്ലാതെയായിരിക്കുന്നു? എന്തുകൊണ്ട് പുരോഹിതന്മാർ നെടുവീർപ്പെടുന്നു? എന്തുകൊണ്ട് ആശ്വസിപ്പിക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു? എന്തുകൊണ്ട് ശത്രു വമ്പു പറയുന്നു? എന്തുകൊണ്ട് ജനം സങ്കടത്തിലും ദുരിതത്തിലുമായിരിക്കുന്നു? എന്തുകൊണ്ട് വൈരികളുടെ കൊമ്പ് ഉയർന്നിരിക്കുന്നു? എന്തുകൊണ്ട് പ്രവാചകന്മാർ ഭോഷ്കും വ്യാജവും പറയുന്നു? എന്തുകൊണ്ട് വീഥികളിൽ ബാലനും വൃദ്ധന്മാരും കിടക്കുന്നു? എന്തുകൊണ്ട് പ്രാർത്ഥന
പ്രാർത്ഥനയെ ഞെരുക്കുന്നു? എന്തുകൊണ്ട് പ്രത്യാശ നശിക്കുന്നു? എന്തുകൊണ്ട് ജനം വീണ്ടും വീണ്ടും അക്രമാസക്തരായി തീരുന്നു? എന്തുകൊണ്ട് പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നു? എന്തുകൊണ്ട് ജനം ഇരുട്ടിലിരിക്കുന്നു? എന്തുകൊണ്ട് ശത്രു നമുക്ക് നേരെ വായ് തുറക്കുന്നു? എന്തുകൊണ്ട് നിന്റെ പൊന്ന് മങ്ങിപ്പോയി? എന്തുകൊണ്ട് നിങ്ങൾ അപ്പനില്ലാത്തവരും അനാഥരുമായി? എന്തുകൊണ്ട് സ്വന്തം വെള്ളം നിങ്ങൾ വിലയ്ക്ക് വാങ്ങി കുടിക്കുന്നു? എന്തുകൊണ്ട് തിരക്കേറിയ വാണിജ്യ ദേശം ഇന്ന് ശൂന്യമായി കിടക്കുന്നു? എന്തുകൊണ്ട് ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീയെ പോലെ നീ വിലപിക്കുന്നു? എന്തുകൊണ്ട് കൂട്ടുകാർ നിന്റെ ശത്രുക്കളായി തീരുന്നു? എന്തുകൊണ്ട് അടിമ ആയ രാജകുമാരിയെ പോലെ നീ വേദനിക്കുന്നു? എന്തുകൊണ്ട് യഹൂദന്മാർ മാത്രം കയറിയ ദേവാലയം ഇന്ന് അന്യജാതിക്കാർ കയറി നശിപ്പിച്ചിരിക്കുന്നു? ഇങ്ങനെ ഒരു ആയിരം എന്തുകൊണ്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഇത് ഇന്നത്തെ ലോകത്തിലോട്ട് അതുപോലെ തന്നെ ഒന്ന് എടുത്തു വെച്ചു കൊടുത്താൽ ഇതിനകത്തുനിന്ന് എന്തെങ്കിലും ഒന്ന് മാറ്റി പറയാൻ സാധിക്കുമോ? ഇന്നത്തെ ഈ ഒരു സാഹചര്യം അന്നത്തെ ആ സാഹചര്യമായിട്ട് എന്തെങ്കിലും നമ്മൾ വ്യത്യാസമായിട്ടാണ് ഈ ഒരു കാര്യം മാറ്റിവെക്കാനായിട്ടുണ്ടോ? നാം അതിനെക്കുറിച്ച് ചിന്തിക്കണം പ്രിയമുള്ളവരെ. അതുകൊണ്ട് അതിന്റെ കാരണം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. സിയോൻ പുത്രിയുടെ കഠിനകോപം ചെയ്തിരിക്കൊണ്ട് മലിനമായിരിക്കുന്നു. അവളെ ബഹുമാനിച്ചവരൊക്കെയും അവളുടെ നഗ്നത കണ്ട് അവളെ നിന്ദിക്കുന്നു. അവളോ നെടുവീർപ്പിട്ടുകൊണ്ട് പിന്നോക്കം തിരിയുന്നു. ഇതാണ് ഇതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ബേസിക്കലി പാപം. ആമേൻ. യെരൂശലേം അധപ്പതിച്ചിരിക്കുന്നതിന്റെ പ്രധാന കാരണം പാപമാണ്. ഒരു മനുഷ്യനെ ജീവിതത്തിൽ നിന്ന് ഒരു മനുഷ്യനെയോ ഒരു സമൂഹത്തെയോ ഒരു പട്ടണത്തെയോ ഒരു രാജ്യത്തെയോ അത് ആയിപ്പോയാൽ എന്നൊരു ചോദ്യത്തിന് മറ്റുത്തരങ്ങളൊന്നുമില്ല. ജനം ദൈവസന്നിധി വിട്ട് ദൈവത്തിന്റെ വഴികൾ വിട്ട് സ്വന്തം ഇഷ്ടത്തിന് ഇതാണ് നല്ലത്, ഇങ്ങനെയാണ് എന്നോട് ദൈവം പറഞ്ഞതെന്ന് പറഞ്ഞ് സഞ്ചരിച്ച് ആ പട്ടണം എത്രയോ എന്തുകൊണ്ട് എന്ന് ചോദിക്കുവാൻ ഇടയാകത്തുണ്ട്. പ്രിയമുള്ളവര്, ശത്രുക്കൾ പട്ടണത്തെ നോക്കി ഇപ്പോൾ ഇളക്കുകയാണ്. നേരത്തെ വളരെ അധികാരത്തോട് വലിയ പ്രവണതയോട് സ്വന്തം വീട്ടിലും സോഫയിലും ഒക്കെ കറങ്ങുന്ന കസേരയിലൊക്കെ ഇരുന്ന് ഭരിച്ചവരെയൊക്കെ ഇന്ന് അവരെയൊക്കെ ജനം പള്ളു പറയുകയാണ്. അവരെ നോക്കി ജനങ്ങള് ഇളിക്കുകയാണ്. സഹായിപ്പാൻ ആരുമില്ല, എല്ലാവർക്കും സഹായം വേണം, ആരും സഹായിപ്പാനില്ല. കാരണം ദേശം മൊത്തം കത്തിയെരിഞ്ഞ് നാശമായി ഇരിക്കുകയാണ്. ഇതിന് 600 വർഷങ്ങൾക്ക് മുമ്പ് 600 വർഷത്തിന് ശേഷം യേശു തമ്പുരാൻ യെരൂശലേമിനെ നോക്കി കരഞ്ഞുവെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. യേശു തമ്പുരാൻ യെരൂശലേമിനെ നോക്കി കരയാനുള്ള കാരണം അതും ഇത് തന്നെയാണ്. അയ്യോ, ഇതങ്ങനെയുള്ള ഒരു സ്ഥലമായിരുന്നു, ഇത് ഇത്ര നശിച്ചു പോയല്ലോ, ഈ ആലയത്തിൽ ദൈവസാന്നിധ്യം ഇത്രയധികം പോയല്ലോ, എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു, എന്തുകൊണ്ട് ഈ പ്രവാചകൻ ഘോഷക്കും കള്ളത്തരവും ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നു? അങ്ങനെ ദൈവത്തിന്റെ വചനം ഒരു ബിസിനസ് ആയിട്ട് അല്ലെങ്കിൽ ആദായ മാർഗമായിട്ട് അന്നും ഇന്നും ജീവിക്കുന്ന അനേക ഭക്തന്മാരെന്ന് വിശേഷിക്കുന്നവരെ നമുക്ക് ഈ ലോകത്തിൽ കാണാനില്ല. അപ്പോൾ സാധാരണ ജനത്തിൽ സ്വാഭാവികമായി വരുന്ന ഒരു കാരണം അവരുടെ പ്രത്യാശയാണ് നഷ്ടപ്പെടും. അവരൊന്ന് വിചാരിക്കും, ഓ ഇതൊക്കെ കള്ളത്തരവാ, ഇതൊക്കെ ചുമ്മാതെ പറയുന്ന കാര്യങ്ങളാ, 2000 കൊല്ലം കൊണ്ട് കർത്താവ് വരുമെന്നൊക്കെ പറയുന്നു, ഇപ്പൊ തിനി ഞങ്ങൾ എത്ര നാൾ കൂടി നോക്കിയിരിക്കുന്നു. പക്ഷെ ഈ സമീപകാലങ്ങളിൽ മനുഷ്യനായിട്ടുള്ള എല്ലാവർക്കും അവരെല്ലാം ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു, സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. കർത്താവിനെ അറിയാത്തവർ കർത്താവിന്റെ വരവാണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ബട്ട് ദേ ഓൾറെഡി അണ്ടർസ്റ്റാൻഡ് സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, എന്തെങ്കിലും ഇവിടെ സംഭവിക്കും എന്നുള്ള നിലയിൽ ഈ ലോകത്തിന്റെ പോക്ക് മുന്നോട്ടാണെന്ന് അവർ കണ്ട് മനസ്സിലാക്കിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു പ്രതിസന്ധിയുടെ നടുവില് ഇതെല്ലാം നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ അഭിമുഖീകരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കൊന്നും സുഭിക്ഷിതമാണെന്ന് പറയാൻ ഒക്കത്തില്ല. ഞാൻ നേരത്തെ പണ്ട് തൊട്ടേ പറയുന്നുണ്ട്, അമേരിക്ക ഒരു വളരെ കോൺക്രീറ്റ് ബേസ്ഡ് ആണ്, ഇവിടെ ഒന്നും വരുന്നില്ല, നമ്മളിവിടെ സിറ്റിസൺ ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്നിപ്പോഴ് ഇപ്പൊ ഓരോന്ന് കാണുന്നുണ്ടല്ലോ. ഞാൻ കഴിഞ്ഞ പ്രൈവറ്റ് പറഞ്ഞു 51 സിറ്റിസൺ ആയിട്ടുള്ളവരെ അവര് റീട്രാവൽ ബുക്ക് ചെയ്യാഞ്ഞതുകൊണ്ട് കയറ്റി വിട്ടില്ല. ഇപ്പോഴേ അവർ ചിലപ്പോൾ ഒരു പക്ഷേ ഇതിനോട് വിട്ട് കാണും, എന്നാലും അവരെ ദുബായ് എയർപോർട്ടിൽ തടഞ്ഞു വെച്ചു. കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് അറിയാനൊക്കത്തില്ല. നാളെ ഈ രാജ്യത്തെ എല്ലാവരും കൂടി ആക്രമിക്കുമല്ലോ എന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ വരുമ്പോൾ നമ്മളെന്തോ ജീവനും കൊണ്ട് ഓടേണ്ട ഒരു ഗതികേട് വരും പ്രിയമുള്ളവര്. അതുകൊണ്ട് മനുഷ്യൻ എവിടെയായിരുന്നാലും ഒരു ശാശ്വതമായ ഒരു ഭവനം നമുക്ക് എങ്ങും ഉണ്ടായില്ല. അതുകൊണ്ടാണ് നിത്യഭവനം എന്ന് നിത്യഭവനത്തിലേക്കുള്ള ഒരു യാത്രയുടെ മധ്യത്തിലാണ് നാം എല്ലാവരും. അവിടെ ചെല്ലണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്.
ഇന്ന് ക്രിസ്തീയ ലോകത്തിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും നമുക്കറിയാം, നമ്മൾ ഈ കൂടുതലായിട്ട് ഹിന്ദുക്കളെ കുറിച്ചോ മറ്റ് അങ്ങനെയുള്ള ഡിനോമിനേഷനെ കുറിച്ചോ ഒത്തിരി വൃത്തികേടുകളൊക്കെ ഈ പേപ്പറിൽ വരുന്നുണ്ട്, യൂട്യൂബിലൊക്കെ. എല്ലാം പള്ളിയിലെ അച്ഛനും ഉപദേശിയും പാസ്റ്ററും ഈ മാമോദിസ മുങ്ങി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അല്ലേ അവരുടെ മറ്റവരുടെ പെർസെന്റും നമ്മുടെ പെർസെന്റേജും കൂടെ എടുത്തു വെച്ചാൽ അതിനകത്തൊരു ജോണും ജോർജും അല്ലെ മാത്യുവും അല്ലെ തങ്കച്ചനും ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ പേരുകളല്ലേ മുന്നിൽ നിൽക്കുന്നത്. ഇവരൊക്കെ നമ്മളെയൊക്കെ ചെറുപ്പത്തിൽ എന്തുകൊണ്ടാണ് വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്? പ്രിയമുള്ളവരെ, സാത്താൻ കയറി ഈ ലോകത്തെ ഭരിക്കുവാൻ പോവുകയാണ്. അവൻ ഇങ്ങനെ ഇല്ല കെടാൻ പോകുന്ന വിളക്ക് ആളിക്കത്തുന്നത് പോലെ ഇതെല്ലാം അവന്റെ ആ ഒരു പ്രഹസനമായിട്ട് വന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, യഹൂദന്മാർ മാത്രം കഴിഞ്ഞിരുന്നത് നമുക്കറിയാം. എത്രയോ പവിത്രമായുള്ള ലോക ചരിത്രത്തിൽ ഇടം നേടിയിട്ടുള്ള യഹൂദ ദേവാലയത്തിൽ മതക്കാര് അന്യജാതിക്കാര് കയറി ദേവാലയം പോലും നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് നാം ഇവിടെ കാണുന്നത്. കുഞ്ഞുങ്ങൾ വൈരികളുടെ അടുക്കിലേക്ക് പോകേണ്ടി വരുന്നു. പ്രിയമുള്ളവരെ, ഇങ്ങനത്തെ ഒരു അവസ്ഥ ആശ്വസിപ്പാൻ ആരുമില്ലാതെ ദുഃഖത്തിന്റെ പാണ്ഡവും ഏറിക്കൊണ്ട് ഓരോ വ്യക്തികളും ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. നാം അന്നത്തെ കാലത്തേക്കാൾ ഒട്ടും ഭേദമല്ല ഇന്നത്തെ ഭേദം. ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യത്തെക്കാട്ടിലൊക്കെ അല്പം കൂടെ വഷളായിട്ടായിരിക്കാം ഇന്നത്തെ കാര്യമെന്ന് ഒരുപക്ഷെ നമുക്ക് നേരിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവത്തെ ഭയമില്ലാത്ത ഒരു ജനത്തെയാണ് നാം ഇന്ന് ദൈവമക്കളെന്ന് പറയുകയും ദൈവത്തെ ഭയമില്ലാതെ ജീവിക്കുന്ന ഒരു വലിയൊരു കൂട്ടം ദൈവമക്കളുണ്ട്. എന്നാൽ അതിനകത്തൊരു ന്യൂനപക്ഷം ദൈവത്തെ അറിഞ്ഞ് ദൈവവചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളും ഇതിനിടയിലുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ ഇവിടെ ആയിരിക്കുന്ന സ്ഥാനത്ത് നമ്മൾ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തോട് വിശ്വസ്തത പാലിച്ചുകൊണ്ട് പ്രൈസുള്ളവരെ ദൈവത്തോട് നന്ദിയുള്ളവരായിട്ട് ദൈവം ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് നന്ദിയുള്ളവരായിട്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രവർത്തികൾക്കൊക്കെ ഫലം. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, പലപാട് സംസാരിക്കാൻ പറയാം, നിങ്ങൾക്ക് ശമ്പളം ഇവിടെ അമേരിക്കയിൽ ആഴ്ചയിൽ ഒരിക്കൽ ശമ്പളം കിട്ടുന്നുണ്ട്, 2 ആഴ്ച ഒരിക്കൽ ശമ്പളം കൊടുക്കുന്നുണ്ട്. അവരുടെ ജോലിയുടെ തസ്തി അനുസരിച്ച് മാസത്തിൽ ഒരിക്കൽ ശമ്പളം ബാങ്കിൽ പോകും, അങ്ങനെയുണ്ട്. അപ്പോഴേ എപ്പം ശമ്പളം കൊടുത്തെന്ന് പറഞ്ഞാലും ശമ്പളം എന്ന് പറയുന്നത് പ്രവൃത്തിയുടെ ഒരു ബലമാണ്. ഇപ്പൊ ആ ഒരു ഓഫീസ് ബോയ് മുതൽ അതിന്റെ CEO വരെയുണ്ട്, ഇവർക്കെല്ലാം ശമ്പളമുണ്ട്. എല്ലാവർക്കും ഒരുപോലെ അല്ല ഒരിക്കലും ശമ്പളം. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നല്ലതായാലും തീയലായാലും അതിന് തക്കവണ്ണം ശമ്പളം കിട്ടും. അത് വാങ്ങിച്ചേ ഒക്കത്തുള്ളൂ. അത് നമുക്ക് നമ്മുടെ പേരുള്ള അറ്റാച്ച് ചെയ്തിട്ടിരിക്കുന്ന ലെറ്റർ പേയ്മെന്റ് ആണ്. സോ ദാറ്റ് നമുക്ക് മറ്റാർക്കും എനിക്ക് ചീറ്റ കൂടുതലാണ്, മാത്യുസ്വരം കുറച്ച് എൻ്റെ എടുക്കണേന്നൊക്കെ പറഞ്ഞാൽ ശരിയാ, ഓക്കെ അവിടെ ഇരിക്കട്ടെ ഭാഷ, ഇത് നമുക്ക് പറ്റത്തില്ല, നിങ്ങളത് വഹിച്ചേ ഒക്കത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ ദൈവസന്നിധിയിൽ നാം എങ്ങനെയായിരിക്കണം? നമ്മുടെ സ്നേഹത്തെക്കുറിച്ച് ഞാനങ്ങ് വളരെ കാര്യമായിട്ട് അങ്ങ് പ്രസംഗിക്കുക, അല്ലെങ്കിൽ സ്നേഹമാണെന്നും പറഞ്ഞുള്ള ബുക്ക് എഴുതിയിട്ട് നിങ്ങൾക്ക് എല്ലാം അങ്ങോട്ട് തരിക. ഞാൻ ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നില്ല, എന്നാ കാര്യമാണ്? ഞാൻ ബുക്കിന് മെനക്കെട്ടതല്ലാതെ ആ ബുക്ക് വായിക്കുന്നവർക്ക് അത് ഫലം നിശ്ചയില്ല. കാരണം ബുക്ക് എഴുതിയത് ഞാനാണ്, എന്നിൽ യാതൊരു സ്നേഹവുമില്ല, ഈ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ആത്മീയ ലോകത്തിൽ യാതൊരു ചേഞ്ചും വരാത്തത്. പ്രസംഗിക്കുന്നവരെ വാഗ്ദോരം ചെയ്യുന്ന പല മനുഷ്യരും. അതുകൊണ്ടാണ് നാം പറയുന്നത്, മരിച്ചു എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒരു അത്ഭുതം കാണും. ഇവിടെ നക്ഷത്രങ്ങളെ പോലെ ശോഭിച്ചവരൊന്നും അവിടെ ചെല്ലുമ്പോൾ കരിക്കട്ട പോലെ അവിടെ ആ ഏരിയയിൽ കാണത്തില്ല. ഇവിടെ ഭയങ്കര തകർപ്പും പരിപാടികളൊക്കെയാണ്. പ്രിയമുള്ളവർ, ആത്യന്തികമായിട്ട് ദൈവമാണ് അത് നിശ്ചയിക്കുന്നത്. നമ്മുടെ വ്യക്തിപരമായ ജീവിത വിശുദ്ധിയിട്ട് സ്വർഗം തുറക്കാനൊക്കത്തുള്ളൂ. സ്വർഗത്തിൽ കയറണമെന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ പാസ്പോർട്ട് വേണമെന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ കയറുവാൻ ജീവിത ശുദ്ധി വളരെ. ഞാൻ വിശുദ്ധനായിരിക്കാം, നിങ്ങളും വിശുദ്ധരായിരിക്കും. തമ്പുരാൻ ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും പറയും, നിങ്ങൾ ഇതിൽ കൂടുതൽ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. ഞാൻ വിശുദ്ധനായാൽ നിങ്ങളും വിശുദ്ധനായി. വിശുദ്ധിയോടുകൂടി നിർമ്മലതയോടുകൂടി ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പാടാണ്. നമ്മൾ ഈ പറയുന്ന പോലെ ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. യാഥാർത്ഥ്യങ്ങളോട് അടുക്കുമ്പോൾ നമ്മൾ അടിയറ പറഞ്ഞ് പലരും പിന്മാറിപ്പോകുന്ന കാഴ്ചകളാണ്. നമുക്കൊരു ജോലിക്കയറ്റം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ ഇടപാടിൽ ഒരു 2 കോടി രൂപ ലാഭമുണ്ട്, തൽക്കാലത്തേക്ക് നമ്മൾ നമ്മുടെ ക്രിസ്ത്യതയൊക്കെ മാറ്റും. മനുഷ്യരായിരിക്കുന്നവര് പലരും അങ്ങനെ ചെയ്ത്, എന്നാൽ ആ 2 കോടി വാങ്ങിച്ചിട്ട് പിന്നെ അവൻ 4 കോടി നഷ്ടപ്പെട്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന ഒരു കാഴ്ചപ്പാടാണ് നാം കണ്ടുവരുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന്, ലോകത്തിന്റെ അവസ്ഥയിൽ നിന്ന് നമ്മെ ഒന്ന് മാറ്റിമറിക്കുവാന്, ഇതിൽ നിന്ന് വ്യത്യാസമായിട്ട് അല്പം കൂടി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്താണ് മാർഗം? ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് കുറവില്ല. ഞാൻ പറഞ്ഞാൽ അത് തമ്പുരാൻ പറഞ്ഞതാണ്. മുന്നമേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക,
അതോടുകൂടെ സകലവും ലഭിക്കും. നമ്മളെന്നാൽ നേരെ തിരിച്ചാണ്. സകലവും ലഭിച്ചു കഴിഞ്ഞ് ഞാൻ ഇന്ന് മീറ്റിങ്ങിന് പോകോളാം, സകലവും എല്ലാം തീർത്ത് കഴിഞ്ഞ് ഞാൻ ഇന്ന് യോഗത്തിന് പോകാം, സകലവും എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിച്ച് കഴിഞ്ഞ് വീട്ടിലെ സൗകര്യം, കൊച്ചുങ്ങൾക്ക് പനിയൊന്നും ഇല്ലെങ്കിൽ പോകാം. ഇതുകൊണ്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ കടന്നിങ്ങനെ കുഴയുന്നത്. എന്നാൽ ഇതൊക്കെ നല്ല തമ്പുരാൻ പറഞ്ഞേക്കുന്നത്. അതിനെക്കാട്ടിലൊക്കെ മുൻഗണന, ഒരു 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 മുൻതൂക്കം ദൈവത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെ ദൈവത്തിന് വേണ്ടി നേരെ നിൽക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി നേരെ നിൽക്കും. പ്രിയമുള്ളവര്, ഇത് നാം ഇന്നും ദൈവസ്ഥനിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഒരു മനുഷ്യനും രക്ഷയില്ല. നമ്മളെ സഹായിക്കുമെന്ന് പറഞ്ഞ് പല മനുഷ്യരുടെ പോയിട്ടില്ല. ഒരു മനുഷ്യനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഒറ്റ നാമം മാത്രമേ ഉള്ളൂ. ആ നാമം നമുക്കറിയാം. ആ നാമം അല്ലാതെ മറ്റൊരു നാമത്തിൽ ആശ്രയിക്കുന്നവര്, പല ദേവന്മാരെ ആശ്രയിക്കുന്നവർ, അവർക്ക് അനുഗ്രഹം കൂടുമെന്നല്ല, അവരുടെ വേദന വർദ്ധിക്കുമെന്ന് അവിടെ എഴുതിയേക്കുന്നത്. നമ്മൾ ഇങ്ങോട്ട് പോയാൽ കൊള്ളാം, അവിടെ കൊള്ളാം, ആ സഭ നല്ല, ഈ സഭ നല്ല, മറ്റേ ആഴ്ച അതിൻ്റെ കൂടെ. ഇവിടെ ഒന്നുമല്ല. ദൈവം എന്ന് പറഞ്ഞല്ലോ, നമ്മുടെ ഹൃദയത്തിൽ ആലയം ശുദ്ധമായിരിക്കുക. നമ്മുടെ ആലയത്തിൽ ദൈവം വസിക്കുവാനായിട്ട് നമ്മുടെ പ്രധാന ആൾക്കാരും VIPs ഒക്കെ വരുമ്പോൾ നമ്മുടെ വീടൊക്കെ അലങ്കരിച്ച് വൃത്തിയായിട്ട് ഇടുന്നത് പോലെ കർത്താവിനെ സ്വീകരിക്കത്തക്ക പോലെ നമ്മുടെ മനസ്സ് ക്ലീൻ ആക്കിയിട്ട് കഴിഞ്ഞാൽ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കും. ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഒരു വിശ്വാസം ഉണ്ടാൽ ഏത് പ്രതികൂലമാണ് നേരെ നിൽക്കുന്നത്. പറ, ക്യാൻസർ നേരെ നിൽക്കുമോ നമ്മുടെ നേരെ? ഞാൻ മരുദ്വാരം എപ്പോഴും പറയുള്ളൂ, ഡിവൈസ്പിയുടെ വീട്ടിൽ കള്ളം കയറത്തില്ല. ഡിവൈസ്പിയുടെ വീട്ടിൽ കള്ളം കയറത്തില്ല. കഥവ് തുറന്നു കിടന്നാൽ അവൻ ആ ഷൂ എല്ലാം വെളി കിടന്ന ഷൂ എല്ലാം അടക്കത്തെടുത്തിട്ട് വെച്ച് കഥവ് അടച്ചു വെച്ച് പോയി മൂട്ടിക്കാൻ വരുന്ന കള്ളൻ. അവന് പേടി, അവന് പിന്നീടുള്ള വിവരം അവന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ അതുപോലെ ശക്തനായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ, അയ്യോ നമ്മുടെ അയൽക്കാർ അങ്ങനെ ചെയ്തു, അല്ല നമ്മുടെ കൂട്ടുകാരെ എനിക്കിട്ട് പാരമണിഞ്ഞു, ഒരുത്തന്നെ ഒന്നും പാരമണിയില്ല. നിനക്ക് വരുന്ന ഒരു ആയുധവും ഭരിക്കുകയെന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്ത വചനമാണ്. പിന്നെ നമ്മളിത് ആയുധം വരുന്നു, അയ്യോ ഫലിക്കുമേ, ഇവിടുന്ന് ഒരു ആയുധം വന്നു, അത് ഫലിച്ചു, ഇതും നമ്മുടെ ദൈവത്തെ. അപ്പോഴൊക്കെ നമ്മുടെ പിശാചിനെ ഉയർത്തുന്നത്. പിശാചിനെ ഉയർത്താന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കാണ് ദൈവത്തെ നാം തള്ളിപ്പറയുകയാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ ഏത് മേഖലകളിലായാലും ഭാരങ്ങളെല്ലാം നമുക്ക് ദൈവസ്ഥാനിൽ ഒന്നിച്ചായിരിക്കാം. എന്റെ വാക്കുകൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കൃത്യസമയത്ത് നിർത്തണമല്ലോ. അതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ്. ലാസ്റ്റ് പറഞ്ഞ